പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും ആത്മാവിന്റെ വലിയ അഭിഷേകം ഉണ്ടാകുവാനും ഈ ഭൂമിയിൽ ദൈവരാജ്യം സംസ്ഥാപിതമാക്കുവാനുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ഞങ്ങളുടെ മാതൃരാജ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് മണിപ്പൂരിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ പ്രത്യേകം സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. നിൻ മൊഴികൾ തണുപ്പിക്കും എന്റെ ഹൃദയം. രോഗികളായിട്ടുള്ള മക്കളെ പ്രത്യേകമായിട്ട് നീ നോക്കി കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആണിപ്പാർന്ന കരം അവരുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മക്കൾക്ക് സൗഖ്യത്തിന്റെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ജീവിത ദുരന്തങ്ങളിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അങ്ങയുടെ കൃപയാൽ നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ. എല്ലാ ശുശ്രൂഷ മേഖലകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മിഷൻ മേഖലകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും ആത്മാവിന്റെ വലിയ അഭിഷേകം ഉണ്ടാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ.
ആരാധ്യം യേശുപരാ വണങ്ങുന്നു ഞാൻ തേജസ്സേറും നിന്നുകരും ഹല്ലേലൂയ 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 ഈശോയെ ആരാധന ഈശോയെ മഹത്വം മഹത്വം ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഇരിക്കുക. കർത്താവിൻ്റെ തിരുസന്നിധിയിലെ വലിയ വിശ്വാസത്തോടെയും സ്നേഹത്തോടെയുമാണ് നമ്മൾ ആരാധനയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം എല്ലാത്തിനും ഒരു മർമ്മമുണ്ട് അല്ലേ? പ്രധാനപ്പെട്ട സ്ഥലം, അതുപോലെ തന്നെ ആരാധനയ്ക്കും ദൈവാനുഭവത്തിനുമൊക്കെ ഒരു മർമ്മമുണ്ട്. ഈ മർമ്മം ചിലർക്ക് പെട്ടെന്ന് പിടികിട്ടും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ അഭിഷേകമാണ്. ഈ മർമ്മം പിടികിട്ടിയാൽ കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം, ഒരു അണുവെടുത്താൽ തന്നെയും അല്ലെങ്കിൽ ഒരു കോശമെടുത്താലും എല്ലാത്തിനും ഒരു ന്യൂക്ലിയസും അതുപോലെ കേന്ദ്രബിന്ദുവൊക്കെ ഉണ്ട്. അതാണ് അതിൻ്റെ ഊർജ്ജസ്ഥാനം. ഈ ഉടമ്പടിയായാലും ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനമുണ്ട്. ആ ഊർജ്ജസ്ഥാനം വെളിപ്പെട്ട് കിട്ടിയാൽ നമ്മൾ പിന്നെ ഒത്തിരി അലയേണ്ടി വരത്തില്ല. ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഇവിടെ സുമംഗല എന്ന് പറഞ്ഞൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞായിരുന്നു. അപ്പോൾ പത്തനംതിട്ടക്കാരുതിയാണ്. സുമംഗല ആദ്യ ദിവസം ഇവിടെ വന്ന് മാതാവിനെക്കുറിച്ചൊക്കെ കേട്ട് ഇവിടെയൊക്കെ വന്ന് കണ്ട് എല്ലാമൊക്കെ മനസ്സിലാക്കി ആൾ പോയി. പിറ്റേ ദിവസം ഇവർ വരൂ. ഇവർക്ക് 5-6 പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ. പിറ്റേ ദിവസം വരുമ്പോഴേ ഇതിൻ്റെ ഊർജ്ജസ്ഥാനം, ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനം ദൈവം ഇവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉടനെ ഉടമ്പടിയിൽ ആദ്യം തന്നെ അവരെഴുതി, ആദ്യ നിയോഗത്തിൽ, അമ്മേ എൻ്റെ വിഷയങ്ങളൊക്കെ പോട്ടെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ. പ്രൈസ് ദി ലോർഡ്. അതാണ് ഊർജ്ജസ്ഥാനം. അവർ ഒരു നോൺ ക്രിസ്ത്യനാണ്, പക്ഷേ ആദ്യ ദിവസം വന്ന് എല്ലാം കണ്ട് മനസ്സിലാക്കി പോയപ്പോൾ പരിശുദ്ധാത്മാവ് ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? ബാക്കി ഇവരുടെ 5 കാര്യങ്ങളും പെട്ടെന്ന് നമ്മളെ കവളാസ് പൊട്ടണ പോലെ പടപടാന്ന് പൊട്ടി മാറുകയും. ഇതറിയാതെ എൻ്റെ ILTS, എൻ്റെ വസ്തു വിൽപ്പന, എൻ്റെ മക്കളുടെ കല്യാണമെന്നും പറഞ്ഞിരുന്ന ഈ ജന്മത്ത് ഈ സാധനം കിട്ടത്തില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. മരമറിയാതെ ഇങ്ങനെ കൊടിയിട്ട ആൾക്കാർ ഇങ്ങനെ നടക്കണ കാണാം. ഇത് ഹോൾ ബൈബിൾ നമ്മളെടുത്താലും അതിൻ്റെ ഊർജ്ജസ്ഥാനം എന്താ? കർത്താവിൻ്റെ പുനരുദ്ധാനമാണ്, ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനമാണ്. ഇപ്പം നടപടി പുസ്തകത്തിൻ്റെ 1:8 വായിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ 1:8. നടപടി പുസ്തകം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ
ശക്തി പ്രാപിക്കും. നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയാ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പം അതാണ് ദൈവിക ലക്ഷ്യം. നമ്മൾ ആദ്യമേ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ നിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളായി എന്നെ ഉയർത്തണമെന്നാണ്. ശരിക്കും ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂല കാലാവസ്ഥയെ നിന്റെ കരം ഗ്രഹിച്ച് ഞാൻ ഈ കടലെ നീന്തുന്ന കാലങ്ങളിലെ ഒക്കെയും എൻ്റെ കർത്താവേ നിന്റെ പീഡാനുഭവത്തിൻ്റെയും നിന്റെ തിരുമരണത്തിൻ്റെയും നിന്റെ തിരുഉദ്ധാനത്തിൻ്റെയും സ്വർഗം അംഗീകരിക്കുന്ന സാക്ഷിയായി എന്നെ ഉയർത്തണമേ. ശ്രുതികട ഹല്ലേലൂയ. ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. പുനരുത്ഥാനത്തിന്റെ സാക്ഷികളാക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശോയാണെങ്കിൽ ഈ സാക്ഷ്യം കേട്ട് സന്തോഷിക്കുന്ന ഒരാളാണ്. ബൈബിളിലെ നല്ല പ്രസന്നമായ ഭാവം ഈശോയുടേത്. പലപ്പോഴും ഈശോ വളരെ അപൂർവ ഭാവം മാത്രമേ ഈശോ ചിരിക്കത്തുള്ളൂ. ചിരിക്കുന്ന ഈശോയെ നമ്മൾ കാണത്തില്ല ഒരിക്കലും ബൈബിളിൽ. ഈശോ ഒത്തിരി പ്രാവശ്യം ചിരിച്ച് കാണും. പക്ഷേ അപ്പോസ്തലന്മാരുടെ ജീവിതം ഇതൊക്കെ രൂപപ്പെടുത്തിയവൻ്റെ കാലത്ത് രക്തസാക്ഷിത്വത്തിൻ്റെ വഴികളായതുകൊണ്ട് അവർക്ക് ചിരിക്കാൻ സമയം കിട്ടിക്കാണത്തില്ല. അതുകൊണ്ട് ഈശോൻ്റെ ചിരിയൊന്നും അവർ ഒപ്പിയെടുത്തിട്ടില്ല. ഈശോ നല്ല തമാശയൊക്കെ പറയണയാളാണ്. അത് രസകരമായ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ വളരെ കോമഡിയായിട്ട് അവതരിപ്പിക്കുന്ന ആളാണ്. വലിയ ധനവാന്മാരെ കാണുമ്പോൾ ഈശോ പറയും ഇവൻ്റെ കാര്യം പോക്കാണ്. ഇവൻ ഒട്ടകം സൂചിക്കുഴയിലൂടെ പോവുമെങ്കിൽ തീർച്ചയായിട്ടും ഇവനും ഇതിനകത്ത് കയറുമെന്ന്. അത് കോമഡിയല്ലേ ശരിക്കും പറഞ്ഞാൽ. ഒട്ടകം സൂചിക്കുഴയിലൂടെ പോകുമെങ്കിൽ തീർച്ചയായിട്ടും ധനവാന്മാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. അപ്പം അതിൻ്റെ അകത്തൊരു സട്ടയറുണ്ട്, ശരിക്കും ഒരു ആക്ഷേപകാശമുണ്ട്. പക്ഷെ ഇതൊന്നും അപ്പോസ്തലന്മാരങ്ങനെ പിക്കപ്പ് ചെയ്തിട്ടില്ല. കാര്യം അവരുടെ വഴികളെല്ലാം ജീവനെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു അടരാട്ടമായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചതിൻ്റെ പേരിൽ അവരുടെ ജീവൻ അന്വേഷിച്ചവരുടെ കണ്ണുകൾ ഇരുട്ടിൽ എപ്പോഴും തെളിഞ്ഞു വരുമായിരുന്നു. അത് കാരണം സീരിയസ് മൂഡിലാണ് സുവിശേഷം പോകുന്നത് മുഴുവനും. എങ്കിലും ഈശോ സന്തോഷിച്ച സമയമുണ്ട്. അവൻ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് Take the word of God. Sudhikada hallelujah. 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 ലൂക്കാ 10:21. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച്. ഈശോ ആനന്ദിക്കുന്നത് നമ്മുടെ ഈ ചളുവ് തമാശകട്ടല്ല, പരിശുദ്ധാത്മാവിലാണ്. വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, ആ സമയം തന്നെ അവൻ പരിശുദ്ധാത്മാവിൽ
ആനന്ദിച്ചു പറഞ്ഞു. ഇനി എന്താ പറഞ്ഞെന്ന് കേട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. ഇതൊരു വളരെ സന്തോഷത്തിന്റെ മൂഡില് ആണ് ഈ സുവിശേഷത്തിന്റെ ഭാഗം പോകുന്നത്. സുവിശേഷ ഭാഗം സന്തോഷത്തിൻ്റെ മൂഡിൽ പോയാലും സന്തോഷമെന്ന് അങ്ങനെ പറയാറില്ല. പക്ഷെ ഇവിടെ സന്തോഷമെന്ന് ഇത് മുഴുവനും ഒരു നല്ല സന്തോഷത്തിൻ്റെ മൂഡിലാണ് അത് പോകുന്നത്. ഉദാഹരണത്തിന് നമ്മൾ 10:17 എടുത്ത്, വിശുദ്ധ ലൂക്ക 10:17. ലൂക്ക 10:17 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു. അവിടെ സന്തോഷം കണ്ട. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. സാക്ഷ്യം പറഞ്ഞാണ് അവര്. സാക്ഷ്യം കേട്ടാണ് സന്തോഷിക്കുന്നത്. നിങ്ങളൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ഈശോ സന്തോഷിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അപ്പോസ്തലന്മാരെ പറഞ്ഞു വിട്ടിട്ട് സുവിശേഷ വേലക്ക് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളില്ലേ? എന്തൊക്കെയാണ്? പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, പിന്നെ എല്ലാം കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നു സുവിശേഷ വേല. പിന്നെ എന്താ? ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. അതും സുവിശേഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളാണ്. ഇതിനു വേണ്ടിയാണ് ഈ ഉടമ്പടിക്കാർ പോകുന്നത്. ഉടമ്പടിക്കാർ തിരിച്ചു വന്നിട്ടാണ് അവർ സാക്ഷ്യം പറയണത്. അപ്പോഴും നമ്മളെല്ലാം കൈയടിക്കും. സിസ്റ്ററും അച്ഛനും ഒക്കെ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ കൈയടിക്കത്തില്ല, അറിയാതെ തന്നെ കൈയടിക്കും, സന്തോഷം കൊണ്ടാണ്. ഇത് തന്നെ സുവിശേഷ കാലത്ത് സംഭവിച്ചതാണിത്. ആ സന്തോഷം ഇങ്ങനെ തുടരുകയാണ്. എന്നെല്ലാം ദൈവം തൻ്റെ മനുഷ്യനെ സന്ദർശിക്കുന്നു, അപ്പോഴെല്ലാം മനുഷ്യന് സന്തോഷമുണ്ടായിട്ട് അവൻ സന്തോഷിച്ച് കൈയടിക്കും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സാക്ഷ്യം കേൾക്കുമ്പോഴാണ് ശരിക്കും ഈശോയ്ക്ക് സന്തോഷം ഉണ്ടാകുന്നത്. ഈശോയുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ ഓർക്കുക, കർത്താവേ, ദൈവത്തിന് ഈശോയ്ക്കൊരു സന്തോഷം കൊടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ വിളിക്കുമ്പോൾ അത് നിങ്ങളും മ്ലാനമായിരുന്നു, ഈശോയും മ്ലാനമായിരുന്നു, എങ്ങനെയാണ് ശരിയാകണത്? അപ്പം നിങ്ങൾക്കൊരു ദൈവാനുഭവം കിട്ടിക്കഴിയുമ്പോൾ, നിങ്ങളത് 10 മനുഷ്യരോട് പറയുമ്പോൾ, ദൈവത്തെക്കുറിച്ച് ആൾക്കാർ കേൾക്കുമ്പോൾ, അവർക്ക് മാനസാന്തരം ഉണ്ടാകുമ്പോൾ ദൈവത്തിനത് സന്തോഷമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എനിക്കുണ്ടാകുന്ന ദൈവാനുഭവങ്ങളിലെ മനുഷ്യനുണ്ടാകുന്ന മാനസാന്തരങ്ങളിലെ ദൈവത്തിനുണ്ടാകുന്ന സന്തോഷത്തിന്റെ ഉപകരണമാക്കി എന്നെ മാറ്റണമേ. ശ്രദ്ധിക്കട്ടെ. പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും സാക്ഷ്യത്തിന്റെ സന്തോഷം നൽകണമേ. സാക്ഷ്യം മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള വലിയ കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഇത് വളരെ സിമ്പിളാണ്, പക്ഷെ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ ഇപ്പം തന്നെ ഈശോ തന്നെ ഈ 72 പേരെ വിടുന്നത് എങ്ങനെയാണ്? കൃപാസനത്തിൽ നിന്ന് ഓരോ ദിവസവും 100 കണക്കിന് മനുഷ്യർ കർത്താവിൻ്റെ ദൗത്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ദൈവസ്നേഹത്തോടെ പോവുകയാണ്. ഇപ്പോൾ ഒരു 100 പേര് ഉടമ്പടി ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 പേര് മാത്രമേ അതിൻ്റെ അകത്ത് അത് കർത്താവിന് വേണ്ടി ചെയ്യുന്നൊരു ജോലിയാണെന്ന് മനസ്സിലാക്കത്തുള്ളൂ. അല്ലാത്തവരൊക്കെ എൻ്റെ മകളെ കെട്ടിക്കണം, അല്ലെങ്കിൽ എൻ്റെ വസ്തു വിൽക്കണം, ആ വിഷയത്തിലാണ് നിങ്ങൾ എല്ലാവരും കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ടാണ് ഇത് ലാഗ് ചെയ്യാൻ കാരണം. ദൈവത്തിനൊരു പറയും, ഇപ്പോൾ നിങ്ങളെ വസ്തു വിട്ടിട്ട് ദൈവത്തെ എന്ത് കാണിക്കാനാണ്? ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കണം, ഇത് ദൈവത്തെ എന്തെങ്കിലും പ്രയോജനമുണ്ടേ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം. നിങ്ങളുടെ വസ്തു വിറ്റിട്ട് ദൈവത്തിന് എന്ത് കാണിക്കുക? നിങ്ങൾക്ക് PR കിട്ടിയിട്ട് ദൈവത്തിന് എന്താ? ഒരു കാര്യമില്ല. അപ്പം തന്നെ ചിന്തിക്കണം, ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് മാറണം. ഇതാണ് എൻ്റെ എളുപ്പം. 10 കൊല്ലമൊക്കെ കൊണ്ട് എൻ്റെ മക്കളെ ഞാൻ സത്യമായിട്ട് എൻ്റെ ടൈം ഷോർട്ടറിങ് ഇരിക്കണേ എപ്പോഴാണ്?
ഇതിൻ്റെ കറക്റ്റ് ഊർജ്ജസ്ഥാനം അറിയുമ്പോഴാണ് എന്താണ് ദൈവത്തിന് ഇതുകൊണ്ട് എന്ത്, ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിലൂടെ ദൈവത്തിന് എന്താണ് പ്രയോജനം എന്നാണ് നിങ്ങൾ ധ്യാനിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും. എന്താ കാര്യം, ഈ വലിയൊരു പ്രോജക്റ്റിന് ഞാനൊക്കെ അച്ഛനായപ്പോൾ ആദ്യമേ തന്നെ മിഷണറിയായി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ഈശോ ആദ്യമേ തന്ന കാര്യം അതാണ്. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. എന്താ കാര്യം, പിന്നീട് എന്താ കാര്യമെന്ന് ഈശോനോട് പറഞ്ഞായിരുന്നു. അച്ഛനായി 10-15 കൊല്ലം കഴിഞ്ഞപ്പോഴെന്നോട് പറഞ്ഞു, ഞാനിനി ഒത്തിരി ഇപ്പം ചില പറയേ നല്ല മുതൽ മുടക്കുണ്ട് മകനെ ഇതിൻ്റെ അകത്തുനിന്ന്. ഞാനൊത്തിരി എൻ്റെ നമുക്കറിയാമല്ല, പ്രകൃതിയ ദൈവമായിരിക്കവേ നല്ല സ്റ്റാറ്റസിൽ ജീവിച്ച ആളല്ലേ. നല്ല സ്റ്റാറ്റസ് വിടിഞ്ഞ് പ്രകൃതിയ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മൃഗപ്പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിക്കാതെ ദാസനായി. നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ്. കുരിശുമരണത്തോളൂ തന്നെ താഴ്ത്തി. കണ്ടാ, ഇത്രയും മുതൽ മുടക്കുക, ജീവന് തുല്യം മുതൽ മുടക്കാൻ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ മേലെ, കർത്താവിൻ്റെ തിരുമരണത്തിൻ്റെ മേലെ, അതിനു വേണ്ടി ആ ഉത്ഥാനത്തിൻ്റെ സാക്ഷികളായി ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷമായി മാറാൻ നമുക്കൊരു തീരുമാനമെടുത്താൽ അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അഭിഷേകം വരാൻ തുടങ്ങും. ഈ സ്നേഹത്തിലാണ് ഈ അഭിഷേകം ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും നിങ്ങൾ പറയും ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറയും. വാട്ട് ഇസ് എ ലൈറ്റ് വെയ്റ്റിംഗ്? എന്താണ് ഭാരലഘുത്വം? എന്താണ് ഒരു ഭാരം ലഘുവാകണത്? എങ്ങനെയാണ് ഭാരം ലഘുവാകണത്? എപ്പോഴും അതിൻ്റെ കണ്ടൻറ്റ് അതെപ്പോഴാണ് നമുക്കൊരു ഭാരം ലഘുവായി വരുമ്പോഴാണ് നമുക്ക് ആളിന് അഭിഷേകം കിട്ടിയെന്ന് മനസ്സിലാകണത്. ഒരു ഭാരം ലഘുവായി വരുമ്പോൾ വലിയ ഭാരമുള്ള വിഷയമാണ്, പക്ഷെ അത് വളരെ ലഘുവായിട്ട് അയാൾക്ക് അനുഭവപ്പെട്ടു വരുമ്പോൾ നമുക്കറിയാൻ പറ്റും അഭിഷേകം കിട്ടിയെന്ന്. അപ്പോൾ അതറിയണമെങ്കിലേ മക്കെദോനിയ 2 കൊറിന്ത്യൻസ് 2 കൊറിന്ത്യൻസ് 8-9 വായിച്ചേ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊറിന്തോസ് 8:9 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. എന്താ സബ്ജക്റ്റ്? എന്താ വാട്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. ഇതാണ് ഈ ഭാരലഘുത്വം എന്ന് പറയുന്നത്. ഉടമ്പടി സംഭവിക്കുന്ന സംഭവമാണ്. അതിൻ്റെ തത്വം അറിയാം. ഭാരലഘുത്വത്തിൻ്റെ തത്വം അറിയണം. എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു വിഷയം, ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വൈഫും ഹസ്ബൻഡോട് അകന്ന് താമസിക്കുമ്പോൾ നിങ്ങൾ അടുക്കുന്നവരെ വാട്ട് യു വാണ്ട്, യു നീഡ് അനോയിൻമെൻറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ഉത്കണ്ഠപ്പെട്ട് പല വിഷമെടുത്ത് തന്നെയൊക്കെ ചെയ്യും. അതല്ല, മറിച്ച് ഒരു ഹസ്ബൻഡ് വൈഫ് അകന്നിരിക്കുകയും അവരെ അടുക്കുന്നവരെ വാട്ട് യു നീഡ് അനോയിൻമെൻറ്റ്. അതെല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ജോലി കിട്ടണം, നമുക്ക് ജോലി വേണം. ജോലി കിട്ടിയിട്ട് വേണം നമുക്ക് കല്യാണം കഴിക്കാൻ, ജോലി കിട്ടിയിട്ട് വേണം വീട് വെക്കാൻ. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം, അതിനൊരു സമയമെടുക്കും. അത് കിട്ടണവരെ വാട്ട് യു നീഡ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അനോയിൻമെൻറ്റാണ് വേണ്ടത്. എന്നുവെച്ചാൽ അഭിഷേകം. അഭിഷേകം എങ്ങനെ ഉണ്ടാകും എന്ന് നിങ്ങൾ അറിയണം. ഇപ്പം തന്നെ ഈശോ എന്താ ചെയ്തത്? ആ ലൈറ്റ് വെയിറ്റിംഗ് കണ്ടില്ലേ? ഇപ്പോൾ 2 കൊറിന്തോസ് 8:6 വായിച്ച്. 8:9 വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ ഒന്ന് പറഞ്ഞേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. അതായത് ഇതിൻ്റെ വരുന്ന ഒരു വിഷയം വെച്ചാൽ അവൻ സമ്പന്നനായിട്ടും, ദൈവമല്ലേ, അപ്പോൾ സർവ്വസമ്പത്തും അവൻ്റെതാണ്. അവൻ സമ്പന്നനായിട്ടും പിന്നെ എന്താ പറ്റിയത്? നിങ്ങളെ പ്രതി എന്ത് പറ്റി? ദരിദ്രനായി അല്ലേ? അപ്പം ഈ വലിയ സമ്പന്നനായ ദൈവം
ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ നഗ്നനായി വിവസ്ത്രനായി ഇങ്ങനെ ആണിയേൽ അപമാനിക്കപ്പെട്ട് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് ഇവൻ വന്നത് അതിൻ്റെ അങ്ങനെ വരുന്നതിന് ഈശോയ്ക്ക് ഒരു ഭാരലഘുത്വം ഉണ്ടാക്കിയത്, അത് നിസ്സാരമായിട്ട് ഈശോ ചെയ്തത് എന്തിൻ്റെ കാര്യത്തിലാണ്? നിങ്ങളെ പ്രതി, അല്ലേ? മനസ്സിലായി എന്താ പറഞ്ഞത്? അവൻ സമ്പന്നനായിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. അവിടെ ആരെ പ്രതിയാണ്? നിങ്ങളെ. ദാറ്റ് മീൻസ് നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി. കൈയിടിച്ച് കർത്താനോട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പൊ ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനം നമുക്ക് മനസ്സിലായി. പുനരുദ്ധാനമാണ്, പിന്നെ എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. പക്ഷെ അതിനു വേണ്ടിയുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ പിന്നിലും ആ ഭാരലഘുത്വം ഉണ്ടാക്കണത് എന്താ? ദൈവസ്നേഹമായിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ല? ഇപ്പം നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ജീവിതത്തോടുള്ള സ്നേഹമാണ്. ഈ ഫോർമാറ്റ് നേരെ ചേഞ്ച് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ജീവിതത്തോടുള്ള അഭിനിവേശവും താല്പര്യവും സ്നേഹവുമാണ് നിങ്ങൾ ഇതുകൊണ്ട് എന്തെങ്കിലും കടിച്ചു പിടിച്ച് നീന്താൻ നോക്കണത്. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണ പാടാണ്. അതിന് സമയമൊരുക്കെടുക്കും. മറിച്ച് നേരെ തിരിച്ച് ഈ സംഭവം തിരിച്ചിടണം. ഇതൊന്ന് ഈ അലൈൻമെൻറ്റ് തെറ്റിക്കിടക്കുകയാണ് ഈ സാധനം. ഇത് നേരെ തിരിച്ചിടണം. എന്നിട്ട് ദൈവത്തോടായിരിക്കണം സ്നേഹം. എന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, നിന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ അഭിഷേകം ചെയ്യണമേ. ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഭാരപ്പെട്ടതായാലും അത് ലഘുവായി ചെയ്യാൻ എന്നെ ദൈവസ്നേഹത്താൽ നിറക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഇപ്പോഴുണ്ടല്ലോ, ഇപ്പോൾ ഈ ആയുർവേദ വൈദ്യന്മാരില്ലേ, നമ്മുടെ രാജ്യം ആയുർവേദത്തിൻ്റെ രാജ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുർവേദത്തിൻ്റെ സംഭാവന നൽകിയത് നമ്മളുടെ പിതാക്കന്മാരാണ്. 5000 കൊല്ലം മുമ്പുള്ള ആയുർവേദ ചരിത്രം നമുക്കുള്ളത്. അപ്പോൾ ഈ ആയുർവേദത്തിൻ്റെ കഷായം അല്ലെങ്കിൽ ലേഖ്യം എപ്പോഴാണിത് പാകമാകണത്? പണ്ടത്തെ ചില വൈദ്യന്മാരൊക്കെ പാകമാകണ സമയത്ത് മുറുക്കത്ത് പോകുമായിരുന്നു. അതിൻ്റെ അകത്ത് പുരാതന കാലങ്ങളിലുള്ള ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. എപ്പോഴാണിത് പാകമാകണത് എങ്ങനെ അറിയാൻ പറ്റും? അത് താഴെ കൊടുത്തിരിക്കുന്ന ഉരുളിയുടെ താഴെയുള്ള തീ, കത്തണ തീ, ഇത് പാകമാകുന്ന അനുസരിച്ച് കൊണ്ട് വളഞ്ഞ് കുത്തി ഇതിനകത്തേക്ക്, ഉരുളിയുടെ അകത്തേക്ക് കത്തി വീഴും, വളഞ്ഞു കുത്തും. അതാണ് അതിന് പാകമെന്ന് പറയണത്. ഒരു ലേഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കഷായത്തിൻ്റെ പാകം, എല്ലാ കഷായമല്ല, അത് മരുന്നിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതുപോലെ തന്നെ ഉടമ്പടി എപ്പോഴാണ് നിങ്ങൾ ഉടമ്പടിയിലാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾ ഉടമ്പടിയിലാണ് എന്നെങ്ങനെ അറിയാൻ പറ്റും? നിങ്ങളുടെ പ്രേക്ഷിത വേല അല്ലെങ്കിൽ കർത്താവിൻ്റെ കൈമാറ്റ ശുശ്രൂഷ, അത് അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനം എപ്പോഴാണ് എൻ്റെ മക്കൾക്ക് ഭാരമില്ലാതെ ദൈവസ്നേഹത്തോടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണത്, അപ്പോൾ ഉടമ്പടി കത്തുന്നുണ്ട്. ഇതാണ് സംഭവം. അല്ലാതെ മനസ്സിലായില്ലേ? ഇത് വളരെ സീരിയസ് ആണ്. ഇങ്ങനെ ഈ ഇതിന് ടെക്നിക്കാലിറ്റി അറിഞ്ഞാൽ ഉടമ്പടി പെട്ടെന്നാണ് വർക്കൗട്ട് ചെയ്യണത്. കാര്യം ഇതിൻ്റെ ഭാരമില്ല. എപ്പോഴാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങളുടെ ഒരു 10 പേപ്പറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര തീവ്രമായ ആഗ്രഹമാണ്. എന്താണ്? കർത്താവ് 10 പേപ്പറല്ലേ ഉള്ളു, ഒരു 10 കൂടി കിട്ടിയെങ്കിൽ കർത്താവിനെ മറ്റുള്ളവർക്ക് കൂടി അറിയിക്കാമായിരുന്നില്ല. അല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ, കർത്താവ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നില്ല എന്നൊക്കെ ചില ആൾക്കാർ വന്ന് സാക്ഷ്യം പറയുന്നില്ലേ? ദാറ്റ് മീൻസ് അവർ ഉടമ്പടിയിലാണ്. ഉടമ്പടി എടുത്തത് കൊണ്ട് ഉടമ്പടിയിലാകത്തില്ല. ഉടമ്പടിയിലാകണമെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടിയിൽ ചലിപ്പിക്കുന്ന ആ ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹത്തിലേക്ക് വന്നാൽ നമ്മൾ പറന്ന് വെട്ടി കർത്താവിന് വേണ്ടി വേറെ ചെയ്യും. എന്നിട്ട് നമുക്കൊരു നമ്മൾ ടയേർഡാകത്തില്ല. ഞാൻ പണ്ട് എനിക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ ബ്രോങ്കൈറ്റിസിൻ്റെ പ്രശ്നം. പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിലൊക്കെ, നവംബർ ആകുമ്പോൾ തന്നെ എൻ്റെ പതിരെയൊക്കെ ഇങ്ങനെ എപ്പോഴും സ്വെല്ലിങ് ആകും, ചുമയാവും. 2 മാസമൊക്കെ ചുമക്കും. ഈ 2 മാസം ചുമക്കണ സമയത്ത് തന്നെയാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് ഈ പുന്നപ്പുറ വരെ 66 ധ്യാനങ്ങൾ നടത്തും.
എന്താണ്? കടലിൽ കൺവെൻഷൻ നടത്താൻ വേണ്ടി. കടലിൽ കൺവെൻഷന് മുമ്പ് ആദ്യം കൊച്ചി പോയി ചെറിയൊരു മിനി കൺവെൻഷൻ നടത്തും. അവിടെ മധ്യസ്ഥ പ്രാർത്ഥനക്കാർ രൂപപ്പെടും. എന്നിടത്ത് പിന്നീട് കണ്ടക്കട വന്ന് നടത്തും, പിന്നീട് ചെല്ലാനത്ത് വന്ന് നടത്തും, പിന്നെ പള്ളിത്തോട്ട് എൻ്റെ നാട്ടിൽ വന്ന് നടത്തും. ഇങ്ങനെ നടത്തി പുന്നപ്പുറ വരെ പോകും. അപ്പോൾ 2 മാസമാകും. അപ്പോഴാണ് ഡിസംബർ 26 ഒക്കെ ആകും. അപ്പോൾ കടലിൽ കൺവെൻഷൻ നടത്തും 10 ദിവസത്തേക്ക്. അപ്പോൾ ഈ സമയത്തെല്ലാം ഇങ്ങനെ മഞ്ഞ് പിടിച്ച് ചുമച്ച് നമുക്ക് ഞാൻ ചുമക്കണ കണ്ട വേറെ ആൾക്കാർക്ക് തോന്നും ഇപ്പോൾ ചത്തുപോകുമെന്ന് തോന്നും. പക്ഷെ എൻ്റെ ഉള്ളിൽ ഭയങ്കര ദൈവസ്നേഹം തോന്നുന്നുണ്ടാവും. പിറ്റേ ദിവസവും പോകാൻ വേണ്ടി തോന്നും. ഇതിനാണ് അഭിഷേകം എന്ന് പറയണത്. ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു പാഠം പഠിച്ച് തീർന്നിട്ട് പറയുന്നതാണത് ശരിക്കും. അപ്പം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. കാര്യം നിങ്ങൾ ഇങ്ങനെ ഒത്തിരിയേറെ ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി ഒരു സാക്ഷാത് വരുന്ന അത് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ എന്ന് പറഞ്ഞത് അത് ഗ്രേസി ഡേവിഡിൻ്റെ ഒരു പ്രശ്നം എന്താ? സീരിയസ് വിഷയമാണ്. ഒരു ആൺമകനുണ്ട്, കാണാനില്ല. അതാണ് പ്രശ്നം. 1 മാസമല്ല, 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷമല്ല, 4 വർഷമായിട്ട് ഇവരെക്കുറിച്ചൊരു പിടിയില്ല. 4 വർഷമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച്, ഒരു മകനുണ്ട് കാണാനില്ലെങ്കിൽ 4 വർഷമായിട്ട് അവനെക്കുറിച്ചൊരു ഫോൺ പോലും കിട്ടിയില്ലെങ്കിൽ അവൻ മരിച്ചില്ലേ? അവൻ മരിച്ചു പോയില്ലേ? എന്തെങ്കിലും പിടിയുണ്ടെങ്കിൽ അമ്മേനല്ലേ ബന്ധമുള്ള ആൾക്കാർക്ക് വിളിക്കത്തില്ലേ? ഇല്ല, ആളെ തീർന്നു. അപ്പം മരിച്ചതുപോലെ എല്ലാവരും കരുതുകയാണേ. ഗ്രേസി ഡേവിസിൻ്റെ അമ്മ മരിച്ചതുപോലെ എല്ലാം കരുതുകയാണ്. അപ്പോഴാണ് ഇവർക്ക് കൃപാസനം പത്രത്തിനൊരു കീറ് കിട്ടുന്നത്. അവരത് വായിച്ചു നോക്കിയപ്പോൾ മാതാവ് അവരെ വിളിക്കും. കൃപാസനം പത്രവും നിങ്ങൾ ഒരിക്കലും വിളിക്കരുത്. അത് മാതാവിൻ്റെ കൈയാണ്, നിങ്ങളെ തൊട്ട് വിളിക്കണ കൈയാണ്. കൈ ഇടിച്ച് കർത്താസുണ്ട്. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, വാഗ്ദാനപീഠകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അവരത് കിട്ടിയ ഉടനെ പാഞ്ഞ് ഇവിടെ വന്ന് പെട്ടെന്ന് ഒരു ഉടമ്പടിയും എടുത്ത്. അവരുടെ പ്രശ്നം ഒന്നേ ഉള്ളൂ. 6 പ്രശ്നമൊന്നും അവർക്കില്ല. എന്താണ്? മരിക്കണമാകുമ്പോൾ മകനെ കാണണം, അത്രേ പ്രശ്നമുള്ളൂ. അവരമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ മരിക്കണമാകുമ്പോൾ എൻ്റെ മകനെ കാണണം അമ്മയെന്ന് പറഞ്ഞിട്ട് അത്രയും പറഞ്ഞിട്ട് പോവുകയാണ്. ഇവർ പല പ്രാവശ്യം അച്ഛനെ കാണണം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇവിടുത്തെ തിരക്ക് കൊണ്ടാണ്. അതിനേക്കാൾ സീരിയസ് ആയിട്ട് 4 കൊല്ലമായിട്ട് കാണാത്ത മകൻ ചിലപ്പോൾ ഓഫീസിൽ വിചാരിച്ച് കാണും, മരിച്ചു പോയി കാണുമെന്ന് വിചാരിച്ച് കാണും. അതങ്ങനെ അമ്മനോട് പറയണത്. അച്ഛനോട് വന്നാലും റിസൾട്ട് അതല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവരതിനേക്കാൾ ക്യാൻസർ 4th സ്റ്റേജ്, കിഡ്നി 4th സ്റ്റേജ് അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവർക്ക് കിട്ടത്തില്ല ചീട്ട്. പക്ഷേ ഇവർക്ക് ഒരു ദിവസം ഇവരോട് യൂട്യൂബിലൂടെ എന്നെ ചേർത്ത് അമ്മ പറയും, അതായത് നീ അച്ഛനെ കാണേണ്ട കാര്യമില്ല, അമ്മയെ കണ്ടാൽ മതി എന്ന് പറയും. അച്ഛനെ കാണേണ്ട കാര്യമില്ല, അത് ഇവർക്ക് അഭിഷേകമായിട്ട് കിട്ടും. ഇവരുടെ ചങ്കിൽ കൊള്ളും. അച്ഛനെ കാണേണ്ട കാര്യമില്ല, അമ്മയെ കണ്ടാൽ മതിയല്ല എന്ന്. അപ്പോൾ ഉടനെ ഇവരെന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ടൈം കഴിയുമ്പോൾ ഇവർ വീട്ടിലിരുന്ന് യൂട്യൂബിൽ ആരാധന കൂടും. ഗ്രേസി ഡേവിഡ് തൃശ്ശൂർക്കറിയാം, ഈ ദിവസങ്ങൾ നടന്ന സാക്ഷ്യമാണ്. അപ്പോൾ വീട്ടിലിരുന്ന് ആരാധന കൂടുമ്പോൾ ആരാധനയിൽ പ്രാർത്ഥനയുടെ സമയത്ത് ഈശോ മെസ്സേജ് പറയും. ഈശോ പറയും, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് കർത്താവ് അരുളിച്ചെന്ന് പറയും. ഇതോടുകൂടി ഗ്രേസി ഡേവിഡ് അവിടെ നിന്ന് ചാടി വീഴും അടുക്കളയിൽ നിന്ന്. കഴിഞ്ഞ് ഭർത്താവിനോട് പറഞ്ഞത്, നമ്മുടെ ആരാധന ഇന്ന് കൃപാസനത്തിൽ നടന്ന് അവരിവിടെ വന്നിട്ടില്ലേ, നമ്മുടെ ആരാധന നമ്മുടെ മകൻ വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ അച്ഛനോടില്ലേ ഭർത്താവിനോട് പറയും. അവിടെ അതായത് അതോടുകൂടി തന്നെ പിറ്റേ ദിവസം
അവിടെ മകൻ വിളിക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. ആ പിറ്റേ ദിവസം തന്നെ വീട്ടിൽ വരും. നോക്കിയേ, ഒരു വിഷയം പോണ പോക്ക് കണ്ടില്ലേ, എത്ര സ്പീഡാണ്. പക്ഷെ ആ അമ്മയാണ് ഞാൻ അപ്പോൾ ആദരിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അടുക്കള ഇരുന്നുകൊണ്ട് യൂട്യൂബിൽ കൃപാസനം ധ്യാനം ഓൺലൈൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേൾക്കുന്ന മെസ്സേജ് അവരുടെ മകനെക്കുറിച്ചല്ല പറയണത്, ഒരു മകൻ. പക്ഷേ അവർ വിശ്വാസത്തിൽ അവരുടെ മകനാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസം ഒരു പ്രഖ്യാപനമാണ്. അവരുടെ മകനാണെന്ന് ഞാൻ അവൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? എനിക്ക് പേര് കർത്താവ് തന്നില്ല. നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകൻ തിരിച്ചു വരുന്നു എന്നാണ് പറഞ്ഞത്. അത് മെസ്സേജാണ് പറഞ്ഞത്. അപ്പോൾ മെസ്സേജ് പറയുമ്പോൾ ചില അണ്ണന്മാരോ ഇതിങ്ങനെ ധ്യാന കേന്ദ്രന്മാർ കുറേയൊക്കെ പൊടിക്കൈയൊക്കെ പറയും, മകൻ വന്നെ മകൾ വന്നതൊക്കെ പറയും. ഇതൊക്കെ ശരിയാണോ? അപ്പോൾ ധ്യാനം കൂടുന്ന ആൾക്കാർ തന്നെ ഇതുപോലെ വിണ്ണന്മാരുണ്ടെന്നുണ്ടെങ്കിൽ, വിശ്വാസമില്ലാത്തവരുണ്ടെങ്കിൽ അവരങ്ങനെ എഴുതിത്തള്ളും. പക്ഷേ അഭിഷേകമുള്ളവർക്ക് എന്താ, അവർക്കറിയാം ഇത് അവർക്കുള്ള മെസ്സേജാണ്. അവരവിടെ നിന്ന് ചാടി വീഴുന്നത്, ദേ ഇന്ന് നടന്ന കൃപാസനത്തിൽ നടന്നത് നമ്മുടെ ആരാധനയാണ് നടന്നത്. അച്ഛൻ പറഞ്ഞത് നമ്മുടെ മകൻ വരുന്നുണ്ടെന്ന്. എന്തൊരു വിശ്വാസത്തിലാണ്! ഈ വിശ്വാസത്തിലേക്ക് ദൈവം അഡ്രസ്സ് ചെയ്യും. അപ്പം തന്നെ ദൈവം ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അവനുണ്ടെങ്കിൽ ഈ വിശ്വാസമുള്ള അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അതാണ് വിശ്വാസത്തിന് ശക്തി. കൈ ഇടിച്ച് കിടത്താണ്. എല്ലാവരുടെയും വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ദൈവ സ്നേഹം വർദ്ധിപ്പിക്കണം. അപ്പോൾ ഈ ഒരു വിശ്വാസം കണ്ടില്ലേ, ഗ്രേസി ഡേവിഡിൻ്റെ വിശ്വാസം കണ്ടല്ലേ? ഈ വിശ്വാസം തന്നെ ചില സമയത്ത് ഇപ്പോൾ ഗ്രേസി ഡേവിഡ് ഇത്രയും വിശ്വസിച്ച് മകനെ കിട്ടിയെന്ന് വിചാരിച്ചല്ല, മകനെ കിട്ടിയല്ലോ. എങ്കിലും വിശ്വാസം അപകട മേഖലയിലാണ്. ഒരിക്കലും നമുക്ക് വിശ്വാസം കിട്ടിയെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ധ്യാനം അവസാനിച്ചത്? ഒരിക്കൽ പ്രകാശം ലഭിച്ചവർ വീണുപോയാൽ, അല്ലേ? നമ്മൾ ഹെബ്രായർ 4:6 വായിച്ച് ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. 6:4 ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 6:4 ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും, ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും. കണ്ടില്ലേ ഇത്? അതായത് ഇപ്പം ഗ്രേസി ഡേവിഡിൻ്റെ വിഷയം എന്താണ്? ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും, പറഞ്ഞേ, ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും, അല്ലെങ്കിൽ ഒരിക്കൽ വിശ്വാസം ലഭിക്കുകയും, ഒരിക്കൽ വിശ്വാസം ലഭിക്കുകയും, സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും ചെയ്തവരെ. എന്താണ് ദൈവം ഇപ്പം അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. മകനെ കൊണ്ടുവന്ന് പിറ്റേ ദിവസം കൊടുത്തില്ലേ? 72 മണിക്കൂറിനുള്ള സംഭവം എല്ലാം ക്ലിയർ ആയില്ലേ? അപ്പം അങ്ങനെ ഒരിക്കൽ പ്രകാശം ലഭിച്ച്, വിശ്വാസം ലഭിച്ച്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചാൽ പിന്നെ അവർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് അവർ സാക്ഷ്യം പറഞ്ഞവർ പ്രത്യേകം ശ്രദ്ധിക്കണം. വായിച്ചോളൂ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും ചെയ്തവരെ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. ഇതാണ് ഉടമ്പടി ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾക്കൊരിക്കൽ സാക്ഷ്യം ലഭിച്ച് വിശ്വാസത്തിൻ്റെ വഴികളിൽ നിങ്ങൾ വന്നാൽ പിന്നെ എന്താണ്? നിങ്ങളത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥയാണ്. ആ വിശ്വാസ നിലവാരം. അല്ലാതെ ഇനി ഒരു വിഷയം ഉണ്ടാകട്ടെ, അപ്പം ഞാൻ വീണ്ടും ഉടമ്പടി എടുത്ത് കാര്യം കണ്ടോളാമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴികളിൽ പോയാൽ പ്രശ്നമാണ്. എന്താണ്? ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും ചെയ്തവരെ വിശ്വാസത്തിൽ നിന്ന് വീണുപോയാൽ അവരെ അനുതാപത്തിലേക്ക് നയിക്കുക അസാധ്യം. പിന്നീട് അവർക്ക് കിട്ടത്തില്ലെന്ന്. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. അതായത് ഒരിക്കൽ നിങ്ങൾ ദൈവമാണ് തൊട്ടിരിക്കണം, അല്ലാതെ നിങ്ങളുടെ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റല്ല തൊട്ടത്. അപ്പം ദൈവം നിങ്ങളെ തൊട്ടിട്ട്, നിങ്ങൾക്ക് ആ തൊട്ട അനുഭവം കിട്ടിയിട്ട് വീണ്ടും നിങ്ങൾ പാപികളായിട്ട് പഴയ ലോകത്താന്മാരായിട്ട് പോയിട്ട് പിന്നീടൊരു വിഷയം ഉണ്ടാകുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ലെന്ന് തന്നെ അന്ന് മാത്രമല്ല, നിങ്ങളുടെ കാര്യത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ പത്രോസ് പറയണത് അതിനേക്കാൾ ഗതികെട്ട വാക്കാണ്. ശ്രുതികടെ എടുത്തുതരാം. ശ്രുതികടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പത്രോസ് 2:20. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ നമ്മുടെ 2:20 നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. ഈ വീണ് പോണ ആൾക്കാരല്ലേ, വിശ്വാസം ഒരിക്കൽ ലഭിച്ചു, അടയാളം കിട്ടി, സാക്ഷ്യം പറഞ്ഞു, പിന്നീട് ഒരിക്കലും അവർ പിന്നീട് പഴയതുപോലെ ആ കാലം കഴിയുമ്പോൾ വീണ്ടും ലോകത്താനായിട്ട് ജീവിച്ചിട്ട് പിന്നീടൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ദൈവത്തിലേക്ക് വന്നാൽ അവരെ ദൈവം വിളിക്കണത് പന്നി എന്നാണ് വിളിക്കണത്. അതിന് താഴത്തെ വായിച്ചേ 2 പത്രോസ് 2:22. 2 പത്രോസ് 2:22. നായ് ഛർദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. നായ് ഛർദിച്ചത് തന്നെ പിന്നെയും ഭക്ഷിക്കുന്നു. കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കും, ഒരിക്കലും ഇപ്പം ഗ്രേസി ഡേവിഡ് അവർക്ക് വിശ്വാസം കണ്ടവരല്ലേ, അവരുടെ ദിവ്യകുർബാനയിൽ നിന്ന് ഈശോ പറഞ്ഞു അവരുടെ മകൻ വരുന്നുണ്ടെന്ന്. അവരത് വിശ്വസിച്ചു, മകൻ വരികയും ചെയ്തു പിറ്റേ ദിവസം. ഇനി ഗ്രേസി ഡേവിഡ് വീണ് പോയാൽ അവളെ നായെന്ന്, പട്ടിയെന്ന്, അല്ലെ പന്നിയെന്ന് വിളിക്കത്തുള്ളൂ ദൈവം. എന്താണ്? നായ ഛർദ്ദിച്ചത് തന്നെ പിന്നെയും തിന്നുന്നു. വീണ്ടും അതായത് ദൈവാനുഗ്രഹം കിട്ടിയിട്ട് പിന്നീട് നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് പിന്നെ ചതിയോ വഞ്ചനയോ സെക്സോ മോശമായിട്ടുള്ള ജീവിതമോ മദ്യമോ ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഏഷണിയോ പരദൂഷണമോ പകയോ വിദ്വേഷമോ ചതിയോ അഹങ്കാരമോ ഇങ്ങനെ ലോകത്താനായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, പിന്നീട് അവരെ തിരിച്ച് കൃപയിലേക്ക് കൊണ്ടുവരിക അസാധ്യമാണ്. പിന്നീട് അത് തിരിച്ചു തരത്തില്ല. കാര്യം എന്താണ്? നിങ്ങൾ ദൈവത്തിനെതിരായിട്ടാണ്. ദൈവത്തിൻ്റെ കൃപ നേരെ കണ്ടിട്ട് പോലും നിങ്ങളുടെ മറ്റൊരു ജീവിതം, അതിനെ നിങ്ങൾക്ക് ആസ്വാദ്യം തോന്നിയ ഒരു ജീവിതം കണ്ടപ്പോൾ ദൈവത്തിനെ മാറ്റിയിട്ട് നിങ്ങളത് സ്വീകരിച്ച് ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചതാണ്. നിങ്ങൾക്കറിയാമല്ലോ, അഭിഷേകം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് സ്നേഹവും വിശ്വസ്തതയുമാണ്. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട 2 പോയിൻ്റുകൾ. സ്നേഹം, അതായത് നിങ്ങൾക്ക് ദൈവത്തിനോട് സ്നേഹം കൂടിക്കൂടി വരികയാണെങ്കിൽ അഭിഷേകം കിട്ടി എന്ത് ഭാരമുള്ള സംഭവമാണെങ്കിലും നമുക്ക് എടുക്കാനുള്ള അഭിഷേകം ഉണ്ടായിക്കൊണ്ടിരിക്കും ദൈവത്തോടുള്ള. ഇപ്പം നിങ്ങൾക്ക് മക്കളില്ലെന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരത്തിക്ക് മക്കളുണ്ട്, അനിയത്തിക്ക് മക്കളുണ്ട്, ചേട്ടത്തിക്ക് മക്കളുണ്ട്. അപ്പോൾ നിങ്ങളുടെ അമ്മായി പറയും, നീ മച്ചാണ്, നീ അസത്താണ്, നോക്കി നിനക്ക് മാത്രം എന്താ മക്കളില്ലാത്ത, വേറെ എല്ലാവർക്കും മക്കളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിനക്ക് തോന്നുന്നു വല്ല കറണ്ട് കമ്പിയേലും പിടിച്ച് അത്ത് കളയാമെന്ന് തോന്നും. അത് അഭിഷേകം ഇല്ലാഞ്ഞിട്ടാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പം നിൻ്റെ കുടുംബ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ എന്തുമാത്രം രൂക്ഷമായി നിനക്കെതിരെ വരുമ്പോൾ ദൈവം ഉദ്ദേശിക്കണ അതല്ല. അതിന് ഒപ്പം തന്നെ ഈ താമര അല്ലെങ്കിൽ ആമ്പല് അത് പെരുവെള്ളം വർഷകാലം വരുമ്പോൾ എന്ത് ചെയ്യും? ചീഞ്ഞു പോവുക? ഇല്ല. ആ വെള്ളത്തിൻ്റെ മുകളിൽ വരും ആ സംഭവം, ഇല്ലേ? അത് തണ്ട് നീട്ടി എൻ്റെ താമര വെള്ളത്തിൻ്റെ പ്രളയം വന്നാലും വെള്ളത്തിൻ്റെ മുകളിൽ വരും. എൻ്റെ ദൈവവേദന ഇതുപോലെ നിനക്ക് ചുറ്റും ക്ലേശങ്ങൾ പെരുകുമ്പോൾ
ദൈവസ്നേഹം നീ സ്വീകരിച്ച് ദൈവത്തെ മാത്രം സ്നേഹിച്ച് മറ്റുള്ളവരാരും സ്നേഹിക്കാൻ യോഗ്യരല്ലെന്ന് മനസ്സിലാക്കി സ്നേഹിച്ചാൽ ഇത് തന്നെയാണ് ഫലമെന്ന് മനസ്സിലാക്കി ദൈവത്തിൽ നിൻ്റെ ജീവിതം കൊണ്ട് തന്നെ നീ സ്നേഹിച്ച് ജീവിതം നീ അവലംബമാക്കി ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നീ സങ്കടങ്ങളുടെയും പ്രളയത്തിൻ്റെയും മുകളിലേക്ക് വരാൻ വേണ്ടി നീ അഭിഷേകത്തിനായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവ സ്നേഹത്തിൽ മുന്നേറുവാൻ ഈ ആരാധനയോടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇങ്ങനെ കൊടിയ ക്ലേശങ്ങളിലെ ദൈവസ്നേഹം നിറച്ച് ദൈവത്തിന് വേണ്ടി എനിക്ക് എൻ്റെ മക്കളെ ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയണത് നമുക്കറിയാമല്ലോ, അതായത് നിത്യജീവൻ വരെ പ്രാപിക്കാൻ പറ്റിയ ഇന്ധനം ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഒരുത്തൻ വന്ന് ഈശോനോട് ചോദിച്ചില്ലേ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അയാൾക്ക് ബോധമുണ്ട്, ചൊല്ലിയിട്ട് കാര്യമില്ലെന്നറിയാം. എന്ത് പ്രാർത്ഥന ചൊല്ലണമെന്നല്ല ചോദിച്ചത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 19:16. ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അപ്പൊ അങ്ങക്കൊരു ക്ലൂ ഉണ്ടല്ലേ, ഒരു ക്ലൂ ഉണ്ട്. എന്താണ് കാര്യം? എന്ത് പ്രാർത്ഥന ചൊല്ലണമെന്നല്ല അവള് ചോദിച്ചത്. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് പ്രാർത്ഥന ചൊല്ലണമെന്നല്ല ചോദിച്ചത്, എന്ത് സൽപ്രവർത്തികൾ ചെയ്യണമെന്നാണ് ചോദിക്കണത്. അപ്പോൾ ഇതിനകത്ത് നിത്യജീവൻ എന്ന് പറയുന്ന ഒരു ദൈവത്തിൽ നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രോമിസ് പോലും നമുക്ക് ലഭിക്കണത് ചൊല്ലിയിട്ടല്ല കിട്ടണത്, പിന്നെ എന്താണ്, ചെയ്തിട്ടാണ് കിട്ടണത്. അങ്ങനെയാണെങ്കിൽ ഉടമ്പടിയുടെ അതിനകത്തുള്ള ഫോർമുലയിലുള്ള സൽപ്രവൃത്തികളായാലും കാരുണ്യപ്രവൃത്തികളായാലും സുവിശേഷ പ്രവർത്തനങ്ങളായാലും ഇത് ചെയ്യുന്നതിലൂടെ നിനക്ക് ലഭിക്കുന്ന അഭിഷേകം എന്ന് പറയണത് അത് ഏത് ക്ലേശകാലത്തും ഏത് ക്ലേശം, ഇപ്പോൾ നിൻ്റെ വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യമാണെന്ന് തന്നെ വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, പിന്നെ ദാരിദ്ര്യം കൊണ്ട് കിരുന്നാറിയിട്ട് പാടില്ല, പിന്നെയാണ് നാട്ടുകാരെ സഹായിക്കാൻ നടക്കുന്നത്. പക്ഷേ എന്തായാലും സഹായിക്കുന്നതാണ് അഭിഷേകം എന്ന് പറയണത്. മനസ്സിലായ? നിനക്ക് ഇല്ല, ഉള്ളതിൽ നിന്ന് സഹായിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നുന്നതിനാണ് അഭിഷേകം എന്ന് പറയണത്. അതിനാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 2 കൊരിന്ത്യർ 8:2. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 8:2. എന്തെന്നാൽ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകി. ഇത് മക്കെദോനിയ സഭയെക്കുറിച്ച് പറയണതാണ്. മക്കെദോനിയ സഭ എന്ന് പറഞ്ഞാൽ ആദിമ സഭയിൽ ഒരു സഭയാണ് കൊറിന്ത് സഭ എന്ന് പറഞ്ഞു. ഇപ്പോൾ അതെല്ലാം സ്ഥലങ്ങളുടെ പേരാണ്. ആ സ്ഥലത്തുള്ള സഭയ്ക്കാണല്ലേ പൗലോസ് അപ്പോസ്തലൻ കത്ത് എഴുതണത്. അപ്പോൾ ആ മക്കെദോനിയ സഭയിൽ ഭയങ്കര ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിലും അവർ പിരിവെടുത്ത് മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു സന്തോഷത്തോടെ. മനസ്സിലായ? അവർക്ക് ദാരിദ്ര്യമാണ്, എന്നാലും ദൈവസ്നേഹം നിറഞ്ഞിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും സഹായിക്കണം. അവർ പറയും, ഞങ്ങളെ കൂടി കൂട്ടി, ഞങ്ങളെന്തിനാണ് തഴഞ്ഞത്? അവരെ സഹായിക്കുന്നതിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ തഴഞ്ഞത്? ഞങ്ങൾക്ക് ഇല്ലാത്ത വല്ലാത്ത നിങ്ങളെന്തിനാണ് അറിയണത്? ഞങ്ങൾക്ക് സന്തോഷമുണ്ടല്ലോ, സ്നേഹമുണ്ടല്ലോ അവരെ സഹായിക്കാൻ, ഞങ്ങളെയും കൂടി അതിനകത്ത് പങ്കെടുപ്പിക്കാൻ പറഞ്ഞിട്ട് ഇവർക്ക് ഈ കൊടിയ ദാരിദ്ര്യത്തിലും ആണെങ്കിലും ഇവർക്ക് ആന്തരികമായിട്ട് കൊടുക്കാൻ ഭയങ്കര സന്തോഷമാണ്. ഇതിനെ അഭിഷേകം എന്ന് ബൈബിള് പറയണത്. ബൈബിളെ അങ്ങനെ പറയത്തുള്ളൂ. അതിനാണ് സത്യവേദ പുസ്തകം എന്ന് പറയണത്. കൈയിട്ടിച്ച് കർത്താവിനെ
രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവം സന്ദർശിക്കുന്ന സമയമാണ്. സന്തോഷത്തോടെ എഴുന്നേൽക്കുക. ഓൺലൈനിലുള്ള ഒരു ജാഗ്രത പുലർത്തുക. ടി വിയിലൊക്കെ വെച്ചിരിക്കുന്നവരെ മൊബൈൽ ടി വിയോട് ഘടിപ്പിച്ചുകൊണ്ട് ഈ ധ്യാനം കൂടുന്നവരെ ഇപ്പോഴും മുട്ടേ നിൽക്കേണ്ടതാണ്. ഓൺലൈനിൽ മുട്ടേ നിൽക്കുക. ഓൺലൈനിലുള്ളവരെ ഇപ്പോഴും മുട്ടേ നിൽക്കേണ്ടതാണ്. ടി വിയിലുള്ളത് യഥാർത്ഥമായ ദൈവത്തിൻ്റെ ചൈതന്യമാണ് നിന്നിലേക്ക് കടന്നു വരാനും നിങ്ങളുടെ കിടപ്പ് രോഗികളെ, നിൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ പോകുന്ന സമയമാണ് കർത്താവ്. ദൈവത്തെ നിൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ പോകുന്ന നിൻ്റെ കിടപ്പ് രോഗികളെയും നിൻ്റെ കയ്യിലുള്ള പ്രമാണങ്ങളൊക്കെ എടുക്കുക. വിൽക്കാത്ത പുരയിടത്തിൻ്റെ പ്രമാണങ്ങൾ, ടി വിയിൽ ഈ സംഭവം കാണുന്നവരെ, ശുശ്രൂഷ കൂടുന്നവരെ, അവർക്ക് എന്താണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്, ആ ഉടമ്പടി വെച്ചതിൻ്റെ വസ്തുക്കൾ കൊണ്ടുവന്ന് നിങ്ങൾ ഈ സമയത്ത് മുറ്റേ നിന്നുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നു. കർത്താവ് തൻ്റെ വിശ്വാസി സന്ദർശിക്കാൻ പോകുന്നു. കർത്താവ് തൻ്റെ വിശുദ്ധമായ രക്തത്തെ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ മകനെ, തൻ്റെ മകളെ വിശ്വസിക്കാൻ പോകുന്നു. കർത്താവെ, ഇവ കല്യാണം മുടങ്ങിപ്പോയ മക്കളെ, അതുപോലെ തന്നെ രോഗാതുരമായ മക്കളെ, അതെല്ലാം ഈ സമയത്ത് ആരാധന എതിലൂടെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അവിടെ തൊട്ടുകൊണ്ട് നീ അതിശക്തമായി വിശ്വാസ പ്രമാണത്തോടെ ശക്തമായി സ്തുതിച്ചിട്ട് അടിപ്പട പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി നിന്നിലേക്ക് ആവശ്യിക്കുന്ന ദൈവികമായ നിമിഷങ്ങൾക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഭാഷാവർത്തം സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തുതിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ കർത്താവേ. 36 വർഷം അടുപ്പിച്ച കൃപാരുടെ യോഗ്യതയാൽ കൃപാസാൽത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥതയിൽ ഇവിടെ നടന്ന 10,000 ആരാധ്യ ശക്തികൾ, മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവദുരിതങ്ങള് യേശുനാമത്തില് മാറിപ്പോകട്ടെ. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ, ജീവിക്കുന്നതായ ദൈവത്തിൻ്റെ മുമ്പിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സ് പരിശുദ്ധാത്മ നൽകുന്ന അഭിഷേകം എന്താണെന്നറിയാവോ? ഈ ജനം ഇനി കരയത്തില്ലെന്നാണ്. ഈ ജനം ഇനി കരയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു വാഗ്ദാനമാണ്. ഈ ജനത്തിൻ്റെ കരച്ചിൽ, അവിടെ നിന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദാനമാണെങ്കിൽ, നീ മകളെക്കുറിച്ചോ മകനെക്കുറിച്ചോ ലഹരി പാനീയങ്ങളെക്കുറിച്ചോ അതുപോലെ തന്നെ മാരക രോഗങ്ങളെക്കുറിച്ചോ എൻ്റെ മക്കൾ കരയുന്നുണ്ടെങ്കിൽ, സാമ്പത്തിക തകർച്ചയെക്കുറിച്ചോ ജീവിത തകർച്ചയെക്കുറിച്ചോ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ, നിൻ്റെ ദൈവം അവർ കണ്ണുനീരോടെയാണ് വരണത്. 31:9 പ്രാർത്ഥിക്കുന്നു, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ വാഗ്ദാനമാണെങ്കിൽ, ആ വാഗ്ദാനം പരിശുദ്ധ അമ്മയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ആ വാഗ്ദാനം ഈശോ നിറവേറ്റപ്പെടെങ്കിൽ അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെ കണ്ണുനീര്, കരുത്തിൻ്റെ കണ്ണുനീര്, രോഗത്തിൻ്റെ കണ്ണുനീര്, ജീവിത തകർച്ചയുടെ കണ്ണുനീര്, ജീവിത കുടുംബ തകർച്ചയുടെ കണ്ണുനീര് യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം പറ്റി മാറട്ടെ. കൈകൾ കൂപ്പി കൈ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങളെല്ലാം ഈശോയ്ക്ക് നമ്മളെ സമർപ്പിക്കുകയാണ്. അകന്നുപോയ ഭാര്യാഭർത്തകന്മാർ, അന്താളിച്ച് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, വൈരാഗ്യം കൊണ്ട് മനസ്സ് മൂടിപ്പോയവർ, വശ്യം വൈരാഗ്യം കൊണ്ട് പരസ്പരം ഉപദ്രവിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരെല്ലാം അൾത്താരയിൽ സമർപ്പിക്കുന്നു. ഒരു ഗതിയും പരഗതിയുമില്ലാതെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കൈനീട്ടാൻ ആളില്ലാത്ത, അവശേഷിക്കാത്ത, വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ, വിവാഹം ഒത്തുവരാത്തവരെ, 10, 30, 31 വയസ്സായവരെ, 41 വയസ്സായവരെ, 41 വയസ്സ് കഴിഞ്ഞിട്ടും പിന്നെ ജോലി കിട്ടാതെ നിൽക്കുന്നവരെ, സ്ഥലമില്ലാത്തവരെ, വീടില്ലാത്തവരെ, വീടും വഴിയുമില്ലാത്തവരെ,
ഇങ്ങനെ വ്യത്യസ്തമായ ജീവിത മേഖലകളിൽ ഓരോ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം പലതരത്തിലുള്ള പ്രഷറുകൾ, ജോലി നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുന്നുള്ള വൈശാചികമായുള്ള ഗൂഢാലോചനകൾ നടക്കുന്ന ഇടങ്ങൾ എല്ലാം നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കണ്ണുനീരോടെ സമർപ്പിക്കുക. ദൈവ പൈതലേ, ഇപ്പോഴും നിൻ്റെ വീട്ടിൽ തന്നെ നിനക്ക് സമാധാനമില്ല. അവിടെ എല്ലാം ഗ്രൂപ്പിസമാണ്. പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ കൂടിക്കൊണ്ട് നിന്നെ എങ്ങനെ തകർക്കാം, ഒതുക്കാം, നിന്നെ എങ്ങനെ തട്ടിപ്പുറത്ത് കളയാമെന്ന് ചിന്തിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഭാഗോടമ്പടി നടക്കാത്ത ഭവനങ്ങൾ, സ്ഥലം വിറ്റുമാറാത്ത കുടുംബങ്ങൾ, അതുപോലെ തന്നെ അങ്ങോട്ടും കൊടുക്കാത്ത കുടുംബങ്ങൾ, ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് വിധിച്ച് കൊടുക്കാത്ത കുടുംബങ്ങൾ, പലതരത്തിലും മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങൾ, അതിൻ്റെ പേരിൽ കലഹങ്ങൾ, ഭിന്നതകൾ, മക്കൾ മാതാപിതാക്കളെ എതിർക്കുകയും അവരിൽ നിന്ന് അകന്നു പോവുകയും അവരെ ശപിക്കുകയും അങ്ങനെ പലതരത്തിൽ എന്തിനു ജീവിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ ആകപ്പാട് കെട്ടി നട്ടം തിരിയുന്ന യുവാക്കന്മാർ, യുവതികൾ, അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം രക്ഷപ്പെടുമ്പോൾ തനിക്ക് രക്ഷയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ചത്തുകളയാമെന്ന് ചിന്തിക്കുന്ന നിരാശപ്പെട്ട മനുഷ്യരെ, ആ മനുഷ്യരുടെ മേലെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയാൻ വേണ്ടി ഈ നിമിഷം പരിശുദ്ധമ്മ ജീവനോടെ വന്ന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ കളത്തിലിറക്കിയതാണ് അമ്മ ഈ കലിയുഗത്ത് കാണിക്കുന്ന ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഓരോ വേദനയും അത് ഏത് തരത്തിലുള്ള വേദനയായാലും, ഏത് തരത്തിലുള്ള രോഗങ്ങളായാലും, ഏത് തരത്തിലുള്ള മനപ്രയാസമായാലും അതെല്ലാം യേശു ക്രിസ്തുവിന് അവിടെയെല്ലാം പരമപിതാവ് അത് യേശു ഏറ്റെടുക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലാക്കിയ മറിയമ്മ അമ്മയാണ് കാനായിലെ കല്യാണത്തിന് കുടുംബത്തിന് വീഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ നിർബന്ധിക്കുന്നതെങ്കിൽ ആ അമ്മ തന്നെയാണ് ഇപ്പോഴേ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഇല്ലായ്മകളുടെ മേൽ അമ്മ യേശുവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ ഓ ദൈവമേ, കാനായിലെ കല്യാണത്തിൽ എന്നതുപോലെ ആ യേശുവിടെ പ്രത്യക്ഷനാണ്, അമ്മയുടെ പ്രത്യക്ഷനാണ്. നിന്റെ ജീവിത വ്യവഹാരം, നിന്റെ ഇല്ലായ്മകൾ, വല്ലായ്മകൾ എല്ലാം അമ്മ ഇപ്പോൾ യേശുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറത്തിൽ യേശു നിന്റെ ജീവിതത്തെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ സർവ്വവിധ വേദനകളെ യേശു ഏറ്റെടുത്തുകൊണ്ട് ഈ കുടുംബത്തിന്, നിങ്ങൾ ഏത് കുടുംബത്തിൽ ചെന്നാലും അവിടെ സമാധാനം ആശംസിക്കാനുള്ള ചെയ്ത കർത്താവിൻ്റെ സമാധാനത്തിൻ്റെ കൈകൾ നിന്റെ ജീവിതത്തിന്മേൽ ഉയരട്ടെ. സമാധാനം നിന്നോട് കൂടെ ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ നാഥാവരേണമേ, എന്നിൽ നിറയണമേ നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. കൈകൾ കുപ്പിക്കൊണ്ട് മൗനമായി ഇവിടെ പറയാത്ത വല്ല കാര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഈശോയോട് പറയാം. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ പറയരുത്. അച്ഛൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയോട് പറയാത്ത കാര്യങ്ങൾ, എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ മൗനമായി പ്രാർത്ഥിക്കുക. അതിന് സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങളെ സഹായിക്കും. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.
ആവേ